അടുക്കളയിൽ പ്രവേശിച്ചു. ജമീല ചപ്പാത്തി പരത്തുകയായിരുന്നു. ഐഷുമ്മ കറിക്ക് വേണ്ട ഉള്ളിയും കിഴങ്ങുമെല്ലാം അരിയുന്നുണ്ട്. ഞാനെന്ത് ജോലിയാ ഉമ്മച്ചി ചെയ്യണ്ടേ? എന്ത് ചെയ്യണമെന്നറിയാതെ ഇഷു ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. മോളിപ്പോൾ ചായ കുടിക്ക്, ആ ജഗ്ഗിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും റോഷൻ അങ്ങോട്ടേക്ക് വന്നു. യോ ആരിത്, ഇന്ന് കാക്ക മലർന്നു പറക്കുവോ? റോഷീത നേരത്തെ എണീറ്റ് വന്നിരിക്കുന്നു. മനുഷ്യനൊന്നും നന്നാവാൻ സമ്മതിക്കില്ലേ? നേരെ 6:30 മണിയായി, ഇതാണോ നേരത്തെ? അല്ല, നീ 8 മണിയാവാണ്ട് എണീക്കല്ലോ, അതാ ചോദിച്ചത്. ജമീല അവനോടായി പറഞ്ഞു. എൻ്റെ ഉമ്മച്ചി, ഇന്നലെ തറയിൽ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി, അതാ. ഇഷുവിനെ തുറപ്പിച്ച് നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. തറയിലോ എന്ന് ഐഷുമ്മ ചോദിക്കാൻ നിന്നും ജമീല വേഗം വിഷയം മാറ്റി. ഉമ്മച്ചി, ഞാൻ അടുപ്പ് കൂട്ടട്ടെ, ചട്ടി ചൂടാകുമ്പോഴേക്കും കറി ഉണ്ടാക്കാം. ഡാ, പർവീനെയും മീനെയും പോയി വിളിക്ക്, പോത്തുപോലെ കിടന്നുകൊണ്ടാവും രണ്ടും. ഓ, അവരിനി എണീറ്റില്ലേ? നിങ്ങളാണ് അവർ വഷളാക്കുന്ന ഉമ്മച്ചി. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ സുബഹിക്ക് മുന്നേ എണീക്കണം. ആ വീട്ടിലാണ് ബർക്കത്തുണ്ടാവുന്നത്, അല്ലേ ഉമ്മി? തനിക്കിട്ട് വെച്ചാണെന്ന് നിഷലിന് മനസ്സിലായി. അവൾ മൈൻഡ് ചെയ്യാതെ കുടിച്ച ഗ്ലാസ് കഴുകി ജമീലയുടെ അടുത്ത് പോയിരുന്നു. അത് റോഷ് പറഞ്ഞത് ശരിയാ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ നേരത്തെ എണീക്കുന്ന ഒരു ഐശ്വര്യം തന്നെയാണ്. ജമീല തീ കൂട്ടുന്ന ഇഷൽ കൗതുകത്തോട് നോക്കിയിരുന്നു. ഗൾഫിൽ ഫുള്ള് ഗ്യാസ് അടുപ്പാണല്ലോ. ഇവര് നാട്ടിൽ വരുന്ന വളരെ വിരളവും. ഇതൊക്കെ അവൾക്ക് നവ്യാനുഭവമായി തോന്നി. ജമീല ആദ്യം വെണ്ണീരെല്ലാം ഒരു പഴയ പ്ലാസ്റ്റിക് പക്കിൽ കോരിയെടുത്ത് താഴെ വെച്ചു. എന്നിട്ട് ഓലക്കുടി മടക്കി വെച്ചു. ശേഷം ലൈറ്റർ കൊണ്ട് പഴയ പേപ്പർ കഷ്ണത്തിൽ തീയുണ്ടാക്കി ഓലക്കുടിക്ക് കീഴെ വെച്ചു. എന്നിട്ട് ചുള്ളിക്കമ്പ് അതിന് മീതെ വെച്ച് കത്തിച്ചു. തീ പിടിച്ചെന്ന് ഉറപ്പായപ്പോൾ വലിയ വിറകിന്റെ കൊള്ളി വെച്ചു. ഇതെല്ലാം മിഷലിന് പുതിയ കാഴ്ചയായിരുന്നു. കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുന്നുണ്ടെന്ന് ഐഷുമാക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഈറനണിഞ്ഞവളുടെ മുടി കണ്ടപ്പോഴും നല്ല വൃത്തിയുള്ള കുട്ടിയാണെന്ന് അവർ മനസ്സിൽ ചിന്തിച്ചു. പർവിയും ഈയും വന്ന് കത്തിയടിക്കാൻ തുടങ്ങി. അവർ പരമാവധി റോഷുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നിനക്ക് വല്ല ജോലിക്കും പൊക്കൂടെ ഇക്കാക്ക, അലി പിന്നെ കടയിൽ എഴുതി സപ്ലൈ പോലും പറയിപ്പിച്ചു. ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്ക്. അത് കേട്ട് ഈശ്വർ കോളേജ് വിട്ട റൂം. വാപ്പിക്കും ഉമ്മിക്കും ജോലി അതിനെ കൊണ്ട് ഒന്ന് പുറത്തു പോലും കൂടിയില്ല. പിന്നെ ഞാനും അനിയന്മാരായിട്ട് ഇങ്ങനെ റൂമിൽ തന്നെ കൂടും. എങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ, നമുക്ക് പറമ്പിലൂടേക്ക് ഒന്ന് ചുറ്റിയടിച്ചാലോ? മിയു, ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു, അടിപൊളി പ്ലേസ് ആട്ടോ ഇത്. നമുക്ക് ആകെ ഒന്ന് ചുറ്റിയടിച്ചിട്ട് വരാം. ഉമ്മയോട് പോയി പറഞ്ഞിട്ട് വാ പർവി. അവളുടെ ഉന്മേഷം കണ്ട് പർവിക്കും മിയക്കും സന്തോഷം തോന്നി. ഉമ്മച്ചിയുടെ സമ്മതത്തോടെ അവർ പറമ്പ് ചുറ്റാൻ തീരുമാനിച്ചു. വീടിന്റെ ബാക്ക് ഭാഗം മുഴുവൻ പറങ്കിമാങ്ങത്തോട്ടമാണ്. നല്ല ചുവന്ന തുടുത്ത പറങ്കിമാങ്ങകൾ. മഞ്ഞ നിറത്തിലുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ ഇഷലിന്റെ വായിൽ വെള്ളമൂറി. ഇത്താതാക്ക് വേണോ? നല്ല പഴുത്ത് നോക്കി പറിച്ചോ. ഞങ്ങൾക്കൊക്കെ തിന്ന് മടുത്തു, ഇപ്പൊ ഇഷ്ടമല്ല. ഒരു കവർ കൂടി എടുക്കായിരുന്നു മിയ. വീട്ടിൽ കൊണ്ടുപോയി ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഒഴിച്ച് തിന്നാൻ പൊളിയാണ്. പിന്നെ ഇത്ത വേറെ കൂട്ടമുണ്ട്, ഉമ്മി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇത്ത കഴിച്ചിട്ടുണ്ടോന്നറിയില്ല, കറിച്ചാപ്പറിച്ചി എന്ന് പറയും, അറിയോ? അയ്യോ, അതെന്താണ്? ഞാനിതൊരു കേട്ടിട്ടില്ലല്ലോ. കയ്യെത്തും ദൂരത്ത് തൂങ്ങി നിൽക്കുന്ന നല്ല പഴുത്ത കശുമാങ്ങ പറിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. കറ പുരളാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചു. അകത്തി പിടിച്ചുകൊണ്ട് നീർ ദേഹത്തിൽ വീഴാതെ അവൾ കടിച്ചു നിന്നു. വാവ്, നല്ല മധുരമുണ്ട്. അതെ, കശുമാങ്ങയുടെ നീരൊക്കെ പിഴിഞ്ഞെടുത്ത് ശർക്കരയൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുന്ന ഒരു കൂട്ടാണ്. അടിപൊളിയാണിത്ത, തിന്നാ കൊതി തീരില്ല. അവരങ്ങനെ സംസാരിച്ചും സല്ലപിച്ചും പറമ്പ് മൊത്തം ചുറ്റി. ചെറിയ ചെറിയ പാർക്കെട്ടുകളും ഉണ്ടായിരുന്നു. കുറ്റിച്ചെടിയിൽ വിടർന്നു നിൽക്കുന്ന പല നിറത്തിലുള്ള ചെറിയ പൂക്കൾ പോലും ഇഷലിന് കൗതുകമുണർത്തി.
അതിൻ്റെ അപ്പുറത്തൊരു നെൽപ്പാടമാണ്. ഒരു ഭാഗം മുഴുവൻ നെല്ലാണെങ്കിലും അപ്പുറത്തെ ഭാഗത്തൊക്കെ വാഴയും കപ്പയും ഒക്കെയുണ്ട്. വേര് കെട്ടി വെച്ചിരുന്നതിനാൽ അവയെല്ലാം അകന്നു നിന്ന് കണ്ടാസ്വദിക്കാനേ അവർക്ക് പറ്റിയുള്ളൂ. പന്നിശല്യം ഉണ്ടായതുകൊണ്ടാണ് വേര് കെട്ടി വെച്ചിരിക്കുന്നത്. അവിടെ നിലത്ത് പുലിയിൽ ചമ്രം പണിഞ്ഞിരുന്നവർ കുടുംബത്തിലെ വിശേഷങ്ങളും സ്കൂളിലെ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ഉമ്മ വിളിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ അവരെണീറ്റ് കൈയൊക്കെ തട്ടി പൊടി കളഞ്ഞ് നേരെ വീട്ടിലേക്ക് മടങ്ങി. ഉച്ചക്ക് എല്ലാവരും തീന്മേശയിൽ ഒത്തുകൂടി. നാളെ നിന്റെ ഫ്രണ്ട്സ് എല്ലാം വരുമോ? മനാഫ് റോഷനോട് ചോദിച്ചു. ആ, അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. വരുമില്ലേന്ന് വരുമ്പോഴെല്ലാം അറിയോ? കടുപ്പിച്ചുള്ള അവന്റെ വർത്താനം മനാഫിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എത്ര പേരുണ്ടെന്ന് അറിഞ്ഞാലല്ലേ വെപ്പാർക്ക് ലിസ്റ്റ് കൊടുക്കാൻ പറ്റൂ? അവൻ കഴിച്ചത് മുഴുവനാക്കാതെ ദേഷ്യത്തോടെ അവിടുന്ന് എണീറ്റുപോയി. വാപ്പിയോട് തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ വായി വരുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. വെറുതെ ഇഷലിന്റെ മുന്നിൽ നിന്ന് ചമ്മാനായിട്ട്. മോൾ ഇവിടെ ഇരിപ്പുണ്ട്, ഒന്നും പറയണ്ടെന്ന് ജമീല കണ്ണുകൊണ്ട് മനാഫിന് മുന്നറിയിപ്പ് കൊടുത്തു. മോളെ, നിന്റെ കോളേജിലെ പ്രിൻസിപ്പാൾ എനിക്ക് വിളിച്ചിരുന്നു. അങ്ങേരെന്റെ ഫ്രണ്ടാ. ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. എന്താ ക്ലാസ്സിൽ വരാത്തെന്ന് ചോദിച്ചു. അതിപ്പോ എന്താ ചെയ്യണ്ടേ? സൽക്കാരങ്ങളൊക്കെ കുറയില്ലേ? ഇന്നെന്റെ മാമയാരൊക്കെ വിളിച്ചിരുന്നു അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട്. ക്ലാസ് മിസ്സായ കുറെ എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവും. മോള് നാളെ കഴിഞ്ഞ് പൊക്കോ. സൽക്കാരൊക്കെ കുറെ രാത്രിയിലും ആക്കാം. ജമീല അതിനിടയിൽ അഭിപ്രായം പറഞ്ഞു. ആ, അത് ശരിയാ, അങ്ങനെ ചെയ്യുന്ന നല്ലത്. ഐഷുമ്മയും അത് ഏറ്റു പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രമെല്ലാം അടുക്കളയിൽ കൊണ്ടുവച്ച് പറവി ടേബിളെല്ലാം വൃത്തിയാക്കി. ഇഷു പാത്രമെല്ലാം കഴുകി റാക്കിന്മേൽ അടുക്കി വെച്ചു. ഈ നേരം സിറ്റൗട്ടിൽ നിന്ന് പത്രം വായിക്കുന്ന റോഷന്റെ അടുത്തേക്ക് ജമീല പോയി. നീ എന്താ റോഷു ചോറ് മുഴുവൻ കഴിക്കാണ്ട് എണീറ്റ് പോയേ? വാപ്പിനോട് മിണ്ടിയ പിന്നെ വഴക്കിന്മേലാവും അവസാനിക്കുക. അതുകൊണ്ട് മിണ്ടായിരിക്കുന്ന നല്ലത്. അതെ, ഇത്രകാലം നീയും വാപ്പിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊന്നും അത്ര സാരില്ലാന്ന് വെക്കാം. ഇവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല മോൻ. ഇത് കേട്ടപ്പോൾ വിഷമം കൊണ്ടാണോന്നറിയില്ല, ഇഷുവിന്റെ മുഖത്തും ദുഃഖം നിഴലിച്ചു. അവൾ തലയിൽ നിന്ന് മൂർന്നിറങ്ങിയ ഷാൾ നേരിയിട്ട് ഐഷുമ്മയുടെ അരികത്ത് പോയിരുന്നു. നാളത്തെ സൽക്കാരം കൂടി ഒന്ന് കഴിഞ്ഞിട്ട് PSC കോച്ചിങ്ങിന് പോകണമെന്ന് പറഞ്ഞിരിക്കാ റോഷു. ഇഷുമോളുടെ കാര്യത്തിൽ എന്തിനാ പേടി? അതിലൊരു കുറവും വരുത്താതെ നോക്കാൻ വാപ്പയില്ലേ? റോഷു കോച്ചിങ്ങിന് പോകുന്ന കാര്യം ഇഷുവിന് പുതിയൊരു അറിവായിരുന്നു. ദുഷ്ടൻ, അതുപോലും തന്നോട് പറഞ്ഞിട്ടില്ല. എന്നാലും എൻ്റെ ജെമി, അവനിക്കൊരു ജോലി വേണ്ടേ? എത്ര കാലം എന്ന് വെച്ചാ വാപ്പ നോക്കുന്നത്? പടച്ചോൻ വിചാരിച്ച പോലെ നടക്കും. അല്ലാതെ ഇപ്പം എന്താ പറയാ. നിങ്ങൾ ചായ കുടിക്കാൻ വരി. സംസാരത്തിനിടയിൽ ജമീല പഴംപൊരിയെല്ലാം പാനിൽ നിന്ന് കോരിയെടുത്ത് എണ്ണ വാർന്നു പോകാൻ വേണ്ടി ഓട്ടപാത്രത്തിൽ ഇട്ടിരുന്നു. അതെല്ലാം ഇഷു പ്ലേറ്റിൽ പരത്തി വെച്ചു. അവർക്ക് ചായ കുടിക്കാനുള്ള ഗ്ലാസും എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെച്ചു. അവരെല്ലാവരും സന്തോഷത്തോടെ ചായയും കുടിച്ച് അവിടുന്ന് മടങ്ങി. കളത്തിങ്കിൽ വീട്ടുകാർ ഗംഭീര വിരുന്നേനെ അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. 3 തരം ചോറ്, മട്ടൻ ബിരിയാണി, ചിക്കൻ കബ്സ, ഫ്രൈഡ് റൈസ്, പിന്നെ ബീഫ്, ചിക്കൻ ഫ്രൈ, കാട ഫ്രൈ, ഐസ്ക്രീം, പുഡിംഗ് തുടങ്ങിയ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും എല്ലാവരും യാത്ര പറഞ്ഞു പോവാനൊരുങ്ങി. ഇഷലിന്റെ വാപ്പയും ഉമ്മയും അനിയന്മാരും അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ നിറയെ മുത്തം നൽകി. 2 ദിവസം കഴിഞ്ഞാൽ അവൾ ഗൾഫിലേക്ക് പോവുകയാണ്. ലീവ് വളരെ കുറവായിരുന്നു. അനിയന്മാർക്ക് എക്സാമും അടുത്തിട്ടുണ്ട്. ഇഷലിനെ തനിച്ചാക്കി തിരിച്ചു പോകാൻ തോന്നുന്നില്ലെങ്കിലും പോവാതെ വയ്യ. വാപ്പിയും ഉമ്മയും പോയാലും ലീവ് കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഷാഹിനിയുടെ അനിയത്തിമാർ അവളെയും റോഷുവിനെയും ഓർമ്മിപ്പിച്ചു. പിറ്റേന്ന് രാത്രി എല്ലാവരെയും തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടാണ് അവർ അവിടുന്ന് മടങ്ങിയത്.